Yes, good afternoon. Good afternoon, sir. Yes, good afternoon. Good afternoon, sir. ആരംഭിച്ചാലോ? യെസ്, ആരംഭിക്കാല്ലേ? ഓക്കെ. യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റില് പോസിറ്റീവ് ടൈപ്പ് ആയിട്ടുള്ള സെന്റൻസുകളെ കുറിച്ച് മാത്രം നമ്മൾ പറഞ്ഞു നിർത്തിയത്. സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് സിമ്പിൾ പാസ്റ്റ് ആണ് എന്നാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ശരിയല്ലേ? സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റേഴ്സും. ഓക്കെ. അതായത് ഹി വെന്റ് ടു ഡൽഹി, ഹി സബ്ജക്റ്റ് ആണ്. വെന്റ്, ഗോ എന്ന് പറയുന്നതിന്റെ പാസ്റ്റേഴ്സ് ആണ് ഹി വെന്റ് ടു ഡൽഹി. അതുപോലെ തന്നെ ദേ ടുക്ക് ദ ബുക്സ്, അപ്പൊ ദേ സബ്ജക്റ്റ് ആണ്. ടേക്ക് എന്നുള്ളതിന്റെ പാസ്റ്റേഴ്സ് ആണ് ടുക്ക്, അത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഇനി നമുക്ക് വേണ്ടത് ഈ സിമ്പിൾ പാസ്റ്റിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള സെന്റൻസുകൾ നമുക്ക് നോക്കാം. സിമ്പിൾ പാസ്റ്റിന്റെ നെഗറ്റീവ് സെന്റൻസുകൾ. ഇപ്പോ ദേ കെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് നമുക്കറിയാം, സബ്ജക്റ്റ് ദേ ആണ്, കെയും അതിന്റെ പാസ്റ്റ് വെർബാണ്. ദേ കെയും. അതിന്റെ നെഗറ്റീവ്, അവർ വന്നു എന്നാണ് ദേ കെയും. അവർ വന്നിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ വരുന്നത്? അവർ വന്നിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അപ്പോ ആർക്കെങ്കിലും പറയാമോ? അവർ വന്നിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെ വരുന്നുള്ളത്? ഇല്ല, വേറെ തന്നെ പറയാം. വന്നിട്ടില്ല എന്നാണെങ്കിൽ ഡിഡ് നോട്ട്. ഓക്കെ. ശരിയാണ്. ഡിഡ് നോട്ട് ഒരാൾ കെയുമാണ് എഴുതിയേക്കുന്നത്, തെറ്റാണ്. ഡിഡ് നോട്ട്. ഓക്കെ. നോക്കുക, ഒരു കാര്യത്തിൽ മനസ്സിലാക്കുക. ഓക്കെ. ഡിഡ് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ പാസ്റ്റ് ടെൻസിന്റെ അർത്ഥം എന്നാണ്? ഉദാഹരണം പറയാം. ടേക്ക് പ്രസന്റ് ടെൻസ് ആണ്, അതിന്റെ മുന്നിൽ ഡിഡ് ഇറക്കണം. ഡിഡ് ടേക്ക്. ഡിഡ് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസിന്റെ അർത്ഥം ഈസ് ഈക്വൽ ടു ടുക്ക്. ഗോ പ്രസന്റ് ടെൻസ് ആണ്, അതിന് തൊട്ട് മുന്നിൽ നമ്മൾ ഡിഡ് ഗോ, ദാറ്റ് ഈസ് വെന്റ് എന്നാണ്. വെന്റ്, വെന്റ്. അതുപോലെ ഇവിടെ അവർ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ they did not came എന്ന് പറയേണ്ട, പ്രസന്റ് ടെൻസ് പറഞ്ഞത് they did not come. അവർ വന്നിട്ടില്ല, they did not come. ഞാൻ ഉറങ്ങിയിട്ടില്ല, I did not sleep. അവൾ വിളിച്ചിട്ടില്ല, she did not call. Called എന്ന് വേണ്ട, call മതി. കാരണം did ഉപയോഗിക്കുമ്പോൾ പിന്നെ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചാൽ മതി, പാസ്റ്റ് ടെൻസിന്റെ അർത്ഥം കിട്ടിക്കൊള്ളു. They did not call. നിങ്ങൾ ക്ഷണിച്ചിട്ടില്ല, you did not invite. അവൾ മറന്നിട്ടില്ല, she did not forget. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊക്കെ പറഞ്ഞ ഡിഡ് നോട്ട് വെച്ച സെന്റൻസ്, ഡിഡ് നോട്ട് വരുന്ന സെന്റൻസുകൾ എന്ന് പറഞ്ഞ് they did not play. Very good. They did not eat chocolate. They did not drink water. Unmeaning. Okay. They did not read books. They did not eat food. They did not attend the meeting. Now they did not eat biscuits. Shikha. They did not drink a cool drink. Jayasri, they did not study well. Fatima, we did not get to our. They did not play. They did not pay the bill. Anshana.
ഓക്കെ 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 ഓക്കെ. ഇനി ആരെങ്കിലും? ഇനി ആരെങ്കിലും? ഇനി ആരുമില്ല. യെസ്. അപ്പൊ ഡിഡ് നോട്ട് വെച്ച് നമ്മൾ പറഞ്ഞു, they did not take the class. He did not read book. Said. ഇനി he did not sleep. I didn't know how difficult it would be. Oh, very good. Yes. Next. ഓക്കെ. അപ്പൊ ആരുമില്ല, ഇനി അടുത്ത കാര്യങ്ങൾ പറയും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഡിഡ് നോട്ട് നമ്മൾ പറഞ്ഞു. ഓക്കെ ഓക്കെ. രൂപ, they did not take books. ഓക്കെ. അതായത് they did not എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിന്റെ നെഗറ്റീവ് സെന്റൻസ് നമുക്ക് കിട്ടി. നെഗറ്റീവ് നോട്ട് എന്ന് പറയും. ഇനി നമുക്ക് വേണ്ടത് അതിന്റെ ക്വസ്റ്റ്യൻ ആണ് വേണ്ടത്. അതിന്റെ ക്വസ്റ്റ്യൻ, അതായത് അവർ വന്നു, they came. അവർ വന്നിട്ടില്ല, they did not come. ഇത് നമ്മൾ ചോദിക്കേണ്ട, അവർ വന്നു. അപ്പൊ നമ്മള് അവർ വന്നിട്ടില്ല എന്നുള്ളതിൽ they did not come എന്നാണ് നമ്മൾ എഴുതിയത്. ആ ഡിഡ് നോട്ട് കം എന്ന് എഴുതിയതിലെ നോട്ട് കളഞ്ഞിട്ട് ഡിഡ് ആദ്യം പറയും. അപ്പൊ എന്ത് വരും? ഡിഡ് ദേ കെയിം അല്ല, കം. ജോൺ, ഡിഡ് ദേ കെയിം അല്ല, കം. ഡിഡ് കഴിഞ്ഞ പെർസെന്റേജ് ഉപയോഗിച്ചാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ. ഡിഡ് ദേ കം. ഡിഡ് ദേ കം. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നിങ്ങൾ ആരോടെങ്കിലും, അപ്പൊ നിങ്ങൾ ഉറങ്ങിയോ? ഡിഡ് യു സ്ലീപ്? ആ, did they come? Okay, 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 okay. Good afternoon. Did you study? നിങ്ങൾ പഠിച്ചോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഡിഡ് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് എന്ന് വേറെ ഉപയോഗിച്ചാൽ മതി. അതിന് എന്ത് കിട്ടിക്കോളും? പാസ്റ്റ് ടെൻസിന്റെ അർത്ഥം കിട്ടിക്കോളും. അതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടിയിട്ടുള്ള കാര്യം. ഓക്കെ ഓക്കെ. ഇനി നിങ്ങൾ കുറച്ച് ഡിഡ് ഉപയോഗിച്ചുള്ള വാചകം ഇങ്ങോട്ട് പറഞ്ഞ്, ഡിഡ് ഉപയോഗിച്ച് ഒരു ചോദ്യം ചോദിക്കും. നിങ്ങൾ വഴിയിൽ വെച്ച് കാണുന്ന സുഹൃത്തുക്കളോട് ചോദിക്കുക, ഡിഡ് ദേ സീ യു? അവർ നിങ്ങളെ കണ്ടോ? വെരി ഗുഡ്, ഗായത്രി. ഡിഡ് ഷീ സ്റ്റഡി വെൽ? ശരിയാണ്. Sarah Rose. ആദിക, ഡിഡ് യു ഈറ്റ് ലഞ്ച്? ഡിഡ് ദേ സ്റ്റഡി? ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടില്ലേ? ഡിഡ് ദേ സീ? അടുത്തത് ഡിഡ് യു സ്ലീപ്? ഓക്കെ. Did they invite you? Fatima, did you sleep well last night? Very good. Did you go to school? Shani. Did they eat breakfast? Shafina. Did you know that? Jayasri. Did you remember me? Okay. Did you
സാറ് പോയോ? പോയി. ഒന്നും കേൾക്കുന്നില്ല. ജോബ് സാറിന് ഇന്ന് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് തോന്നുന്നുണ്ട്. കാണുന്നില്ല. ചിലപ്പോ ഇപ്പൊ പറയുമായിരിക്കും ഇനി നെറ്റ്വർക്ക് ഇഷ്യൂ ആണെങ്കിൽ ഇനി ചിലപ്പോ ക്ലാസ് ഉണ്ടാവില്ലായിരിക്കും. പറഞ്ഞില്ലല്ലോ നെറ്റ്വർക്ക് ഇഷ്യൂ. അല്ല പറയുമായിരിക്കും എന്ന് പറയും. ഇപ്പൊ ഒന്നും കേൾക്കുന്നുമില്ല കാണുന്നുമില്ല. ഇനി ഗൂഗിളിൽ എടുത്ത് നോക്കേണ്ടി വരും. അതിനകത്തൊന്നും വന്നിട്ടില്ല. എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ? കഴിച്ചു. സാറ് എടുക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ ശരിക്കും? പൊതുവെ ഗ്രാമർ ഇംഗ്ലീഷ് ക്ലാസ് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഇപ്പൊ സാറും കൂടെ ആയപ്പോ പറയാൻ സാറിനെ ഒരൊറക്കം തൂങ്ങിയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. സാറ് തുടങ്ങിയിരുന്നോ? ഞാൻ ഇപ്പഴാ കേറിയ ക്ലാസ്സില്. ഇന്ന് ഏത് ക്ലാസ് എടുത്താലും സാറിന്റെ ക്ലാസ് വരുമ്പോ ക്ലാസ് എന്തുവാണ്? ഇന്നിനി ട്രിസ മാം വരുമല്ലേ? ഇന്നെന്താ പഠിപ്പിച്ചു തുടങ്ങിയോ സാറ്? ഞാൻ ഇപ്പഴാ ക്ലാസ് കയറി. പഠിപ്പിച്ചു തുടങ്ങിയപ്പോ തന്നെ സ്റ്റക്കായി, സാറ് പോയി. പറഞ്ഞത് തന്നെ സാറ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൊത്തത്തില്. സാറ് പുതിയ ടോപ്പിക് എടുക്കുന്നില്ലല്ലോ, പറഞ്ഞത് തന്നെ പറയാ, തലേന്നത്തെ പറയാ, അതൊക്കെ തന്നെയല്ലേ ചെയ്യണത്. നിർമ്മല മാം ഈ ഒരെണ്ണം തന്നെ ഓരോരുത്തർ മെസ്സേജ് അയച്ചു വരുമ്പോ തന്നെ എന്തോരം ടൈം എടുക്കും. സത്യം പറഞ്ഞാൽ ബോറടിക്കണം. നിർമ്മല മിസ് എടുക്കണത് വെച്ച് നോക്കുമ്പോ ഒട്ടും ഓക്കെ അല്ല. നമുക്കെല്ലാം മനസ്സിലാവും. എല്ലാം സാർ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് അറിയാവുന്നവരെ വെച്ചിട്ടാണ് ഇതിനകത്ത് കമ്പയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് ഒന്നും അറിയില്ലാത്തവർക്കാണ് ഇത് ശരിക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. എനിക്ക് നന്നായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. എന്തോ പറ്റിയതാന്ന് അറിയാം. ഞാൻ പിന്നെ ഇതുവരെയായിട്ട് ഇംഗ്ലീഷിന് നോട്ടൊന്നും എഴുതിയിട്ട്, നിർമ്മല മാമിന്റെ ക്ലാസ് ആയിരുന്നെന്നും ഇംഗ്ലീഷ് ഞാൻ ക്ലാസ്സും കാണാറില്ല. എനിക്ക് ആദ്യം ഇഷ്ടമില്ലാത്തൊരു വിഷയമാണ് ഗ്രാമർ പഠിക്കലതൊക്കെ. ഞാനത് എക്സാം ഉണ്ടാവുമല്ലോ ഇതിന്? ഇല്ലെന്ന് പറയുന്നു. എടാ ഇത് എക്സാമുണ്ട്, ഇംഗ്ലീഷിന് എക്സാം ഉണ്ടല്ലോ. എന്നാ കണക്കായി. ചോദിച്ചപ്പോ റെക്കോർഡാന്നല്ലേ പറഞ്ഞേ? ഒരു കാര്യം പറയട്ടെ, സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടോ നോക്കിയോ ആരെങ്കിലും? അവര് സാധാരണ ഇതുപോലെ നെറ്റ്വർക്ക് ഇഷ്യൂ വരുമ്പോ സ്റ്റാറ്റസ് ഇടാറുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇതിപ്പോ നോക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. നോക്കട്ടെ. അല്ലെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ നമ്മളിപ്പോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വിളിക്കുമല്ലോ, എന്ന് വെച്ചാൽ അതായത് PG കോഴ്സിലേക്ക് ചേരുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വിളിക്കുന്നുണ്ടല്ലോ. ഞാൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാറിന്റെ ക്ലാസ് കുറച്ച് പാടാണ്, പലർക്കും അത് മനസ്സിലാവുന്നില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളെ പോലെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിളിക്കുമ്പോൾ നിങ്ങളും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടുമായിരിക്കും. കാരണം നമ്മൾ മുൻകൈ എടുത്ത് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പോവുകയും ചെയ്യും, ആർക്കും മനസ്സിലാവത്തും ഇല്ല, പലർക്കും അത് ബുദ്ധിമുട്ടാവും. കാരണം ഇംഗ്ലീഷ് എപ്പോഴായാലും നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്തായാലും നമുക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇനി അവര് ഫീ ചോദിച്ച് വിളിക്കുമല്ലോ, അപ്പൊ കൂടുതൽ പേർക്ക് പറയാതാവും അതാ ഞാൻ നല്ലത്. പറഞ്ഞേ, ഒന്നെങ്കിൽ ഫീസ് ചോദിച്ച് വിളിക്കുക, അല്ലെങ്കിൽ നമുക്ക് അവരുടെ ആരുടെയെങ്കിലും ഒക്കെ നമ്പർ എന്തായാലും ഓൾറെഡി നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ കാണുമല്ലോ, ഒരാളുടെയെങ്കിലും. അപ്പൊ വിളിച്ചിട്ട് ഇതുപോലെ പറയുക, ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതുപോലെ പറയുക, ഫീസിന്റെ കാര്യം മനസ്സിലാവുന്നില്ല. ഓർമ്മിപ്പിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഞങ്ങൾക്ക് സാർ എടുക്കുന്ന അത്ര മനസ്സിലാവുന്നില്ല. അപ്പൊ അവര് പറഞ്ഞു അതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ ഉള്ളവരല്ലേ തീരുമാനിക്കുന്നത്, നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് ആ കുട്ടി എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ അറിയിക്കാന്ന് പറഞ്ഞു എന്നോട്. അപ്പം നമ്മളിപ്പോ ഇൻസ്റ്റിറ്റ്യൂഷനുള്ള മെയിൻ ആയിട്ടുള്ള ആരെങ്കിലും, അതായത് ഏതെങ്കിലും ഒരു സാറുമാരെടുത്തെങ്കിലും പോലും നമ്മളിത് പറയണം. കാരണം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ടീച്ചേഴ്സിന്റെ അടുത്ത് നമ്മളിത് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാവും. അത് നിഷാമിസിന്റെ അടുത്താണ് പറയേണ്ടത്. നിഷാമിസ് ക്ലാസ് എടുക്കുമ്പോ അത് പറഞ്ഞാൽ മതി എല്ലാവരും. ക്ലാസിന്റെ പക്ഷെ ആരും ക്വാളിറ്റി ഒക്കെ പറയുന്നില്ലല്ലോ. കോൾ ചെയ്യാറുണ്ട്.
ക്ലാസ്സിന്റെ പറയുന്നതാണെങ്കിൽ സൗണ്ട് തീരെ ഇല്ല. അതിന് എൻക്വയറി ചെയ്ത്, അതായത് നമ്മുടെ ക്ലാസ് സൗണ്ട് ഇങ്ങനെ ഉണ്ടെന്നൊക്കെ തീരില്ല. ചോദിച്ചിട്ട് എൻക്വയറി കൊടുക്കാറുണ്ടോ? സാറിന്റെ സൗണ്ട് തന്നെ ഒരു പ്രശ്നം, സൗണ്ട് ഒന്നും മനസ്സിലാവണില്ല. ഇപ്പൊ 2-3 ക്ലാസ് ആയിട്ട് ഈ ഒരു കാര്യം തന്നെയല്ലേ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ, അല്ല, പഠിപ്പിക്കുക മാത്രമല്ലല്ലോ, സാറ് വരുമ്പോ തന്നെ എന്തെങ്കിലും പ്രശ്നം പറ്റി അപ്പൊ തന്നെ പോകും. ഇതിപ്പോ ആകെ ഒരു ക്ലാസ് മാത്രം എന്തോ മര്യാദക്ക് എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതും ഈ മറ്റുള്ളവരെ കൊണ്ട് ഇങ്ങനെ പറയിച്ച് ആ ക്ലാസ്സും അങ്ങനെയൊക്കെ. ഈ ഒരു ക്ലാസ് വെച്ചാൽ നമുക്ക് ഇന്റർവ്യൂവിനൊക്കെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല റെഡി ആവുന്നത്. പക്ഷെ ഇപ്പൊ ഇവര് ക്ലാസ് ഉണ്ടോന്നും പറയുന്നില്ല, ഒന്നും മെസ്സേജും വന്നിട്ടില്ല. ഇതിപ്പോ എന്താണ്, നമ്മൾ ഓൺലൈനിൽ തന്നെ വെയിറ്റ് ചെയ്യണോ ഒരു 1 hour അല്ലെ ഈ ഒരു ക്ലാസിന്റെ സമയം വരെ? ഇത് 30 ഒരു ക്ലാസ്സില്ല, അത് കാണുമായിരുന്നു. നോക്കാം. ഞാൻ മെസ്സേജ് അയച്ച അക്ഷര മേഡത്തിന്, ഇപ്പൊ ശരിയാവുന്ന പറഞ്ഞു. ഹലോ, നമുക്ക് നിഷ മാം വരുമ്പോഴത്തേനും എന്താണെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കാം. ഒരാള് തുടക്കം ഇട്ടാ മതി, ബാക്കി എല്ലാവരും അപ്പൊ പിന്നാലെ പറഞ്ഞോളൂ. കാരണം നിഷ മാം ഒരിത്തിരി ദേഷ്യമുള്ള കൂട്ടത്തിലാന്ന് തോന്നുന്നു എനിക്ക്. അതുകൊണ്ട് ഒന്നും പറയാത്ത. മാം പറയുമ്പോ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ട്രീസ മിസ് പറഞ്ഞില്ലേ, എല്ലാവരെയും ഒരുപോലെ കാണാൻ പറ്റില്ല, നമ്മൾ എല്ലാവർക്കും ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സാറിനെയും ടീച്ചറെയും ഒന്നും മാറ്റാൻ പറ്റില്ലല്ലോ എന്ന് നമുക്കൊന്ന് പറഞ്ഞുകൊണ്ട് പറയാനൊരു ബുദ്ധിമുട്ട്. അത് ഒരാൾ എല്ലാരും പറയാ ഒന്നിച്ച് പറഞ്ഞാൽ മതി. 1-2 ആള് പറയാം, അത് എല്ലാരും ഒന്നിച്ച് പറയാം. അതാ വേണ്ടത്. അതല്ലാണ്ട് നമുക്കിത് ഇങ്ങനെ എനിക്കൊന്നും ഒട്ടും ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്ത ആളാണ്. പക്ഷെ എങ്ങനെ തുടർന്നുകൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്തായാലും എക്സാമിന് 100 ക്വസ്റ്റ്യൻസിന്റെ ഉള്ളിൽ ഇംഗ്ലീഷും കൂടി അടങ്ങിയതാണ് 100 ക്വസ്റ്റ്യൻസ്. അപ്പൊ നമുക്ക് എന്താ എഴുതാൻ കിട്ടുക? ഒന്നും എഴുതാൻ കിട്ടില്ല. ഇംഗ്ലീഷിന്റെ അത്രയും മാർക്ക് നമുക്ക് പോകുന്നല്ലാണ്ട് ഒന്നും അതിനകത്ത് ഫലമില്ല. അപ്പൊ ഒരാൾ തുടക്കം ഇടാം, അപ്പൊ ബാക്കി എല്ലാവരും കൂടി അത് ഏറ്റുപിടിക്കുക. അപ്പൊ നിഷ മിസ് അതിന് എന്താന്ന് വെച്ചാൽ അതിന്റെ ഇത് കണ്ടുപിടിച്ചോളൂ. അതല്ലാണ്ട് നമുക്കിത് ഒന്നും ചെയ്യാൻ നിർത്തിയില്ല. ഇതിപ്പോ കണ്ടിന്യൂസ് എല്ലാരും ആയിട്ട് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ അല്ലെ? നമ്മള് ഒരു മന്ത് ഫസ്റ്റ് വീക്ക് ആകുമ്പോഴത്തേനും അവര് ഫീസിന് വേണ്ടി വിളിച്ചോണ്ടേയിരിക്കും. ഞാൻ ഓൾറെഡി അതെ ഫുൾ അതെ അതെ അതെ. ഞാൻ ഇതിപ്പോ ഏറ്റവും ഈ കൂടുതൽ നെറ്റ്വർക്ക് ഇഷ്യൂ റിപ്പയറിംഗ് എന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ട് വന്ന ആളാണ്. എനിക്ക് ഒട്ടും നെറ്റ്വർക്ക് ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് ടൈമില്ലാത്ത നമ്മൾക്ക് ആളാണ്. എത്ര ക്ലാസ് പോയിട്ടുണ്ട്. അതെ, അതാ അതെ ഞാനും അതെ. പറയുന്നത്. നമുക്കൊരു ആകെ 6 month ആണ്, അതിനകത്ത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, നമ്മളത് പഠിച്ചെടുക്കും വേണം. അതിന്റെ ഇടയിൽ ഒരു 1 വീക്കോളം ഇപ്പൊ ഇങ്ങനെ ആയിട്ടുണ്ടാവും, നെറ്റ് ഇഷ്യൂ പറഞ്ഞിട്ട് ഓരോ ദിവസവും ഇനിയിപ്പോ കണ്ടിന്യൂസ് നാളെ ആയിട്ട്. പബ്ലിക് ഹോളിഡേ അല്ലേ, അപ്പൊ നാളെ എന്താണെങ്കിലും നാളെ ഉണ്ടാവൂലായിരിക്കും. നാളെ ഹോളിഡേ ആയതുകൊണ്ട് ഉണ്ടാവൂല. നാളെന്താ ഹോളിഡേ? ചതയോ അങ്ങനെ ശ്രീകൃഷ്ണ സംഭവം. നാരായണ ഗുരു ജയന്തി അല്ലേ? അതെ അതെ, നാളെ ഹോളിഡേ ആണ് പത്രത്തിൽ അല്ലെ കലണ്ടറിലൊക്കെ കൊടുത്തിരിക്കുന്നത്. നാളെ പബ്ലിക് ഹോളിഡേ ആണ്. പബ്ലിക് ഹോളിഡേ ആണ്. അല്ല, എന്നോട് അവർ എപ്പോഴും ഫീസ് ഞാൻ കറക്റ്റ് ആയിട്ട് അടയ്ക്കണം. എന്നോട് അവർ കണ്ടിന്യൂസ് ആയിട്ട് 4 പ്രാവശ്യം എന്നെ വിളിച്ചോണ്ട്, ഞാൻ ഇത്തോളം ഫീസ് അടച്ചിട്ടില്ല. എന്നെ ഇന്നലെ വിളിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ കറക്റ്റ് ആയിട്ട് അടയ്ക്കണം, നിങ്ങൾ ഇങ്ങനെ വിളിച്ച് ശല്യം ചെയ്താൽ ഞാൻ കറക്റ്റ് ഡേറ്റ് ആകുമ്പോൾ അടയ്ക്കുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഒന്നിച്ചാണ് അടച്ചു. ശരിയാ, നീ വിളിച്ചില്ലല്ലോ. അവരിങ്ങനെ വിളിച്ചോണ്ടിരിക്കും. നമ്മൾ അടക്കുന്നവരുണ്ടാവും, അടക്കാത്തവരും ഉണ്ടാവും. പക്ഷെ അടക്കാത്തവർക്ക് ഇങ്ങനെ വിളിച്ചാൽ പോരെ? എല്ലാരും വിളിച്ച് ബുദ്ധിമുട്ടിക്കണോ? അതായത് നമുക്ക് ടോട്ടൽ 6000 രൂപയല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ ഇതിനിടയ്ക്ക് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഫീസ് അടയ്ക്കാൻ വേണ്ടി വിളിച്ചപ്പോ ഒന്നിച്ചടക്കണമെങ്കിൽ എന്തെങ്കിലും ഡിഡക്ഷൻ ഉണ്ടാവുന്നു. അപ്പൊ ഒരു 500 ഡിഡക്ഷൻ തന്നു. അങ്ങനെ 5500 ഞാൻ ഒരുമിച്ച് അടച്ചു ക്ലോസ് ചെയ്തു. ആണോ? അങ്ങനെ അടയ്ക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇവരെ ഏതിനും വിളിച്ചോണ്ടിരിക്കില്ലേ. അങ്ങനെയല്ല, അപ്പൊ അത് എന്റെ ഫസ്റ്റ് ടൈം അല്ല, നമ്മൾക്ക് ഒന്നിച്ചടയ്ക്കുമ്പോ 5000 അടിച്ചാ പോരെ? 6000 അതെ അടിക്കണമെങ്കിൽ അതെ, 5000 അങ്ങനെയാണ് വേണം. എന്നോട് പറഞ്ഞത്. എന്നോട് അത് അങ്ങനെയാ എന്നോട് പറഞ്ഞത് പറഞ്ഞ ചെയ്യുമ്പോൾ തന്നെ. എന്നോട് പറഞ്ഞ ഫസ്റ്റ് ആണെങ്കിൽ 5000 മതിയായിരുന്നു. ഇതിപ്പോ കുറച്ചായില്ലേ ക്ലാസ് തുടങ്ങിയിട്ട്, 2 മാസം ആവാറായില്ല. സോ ഒരു 500 രൂപ ഡിഡക്ഷൻ തരാന്ന് പറഞ്ഞിട്ട് 5500 അടച്ചു.
ഓ ഓ അങ്ങനെ പല അതങ്ങനെ ഇൻസ്റ്റാൾമെന്റ് ആയിരിക്കും. ആയിട്ട് അടിച്ചോണ്ടായിരിക്കും പിന്നെ. ആദ്യമേ ആ അടിക്കാത്തോണ്ടായിരിക്കും. ആ അങ്ങനെയല്ലടാ, അപ്പൊ 7,000 അല്ലേ വരാ നമ്മുടെ ഇന്റർനാഷണൽ എക്സാമിന്റെ സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ? അതെ അതിന് സെപ്പറേറ്റ് വേണല്ലോ. ഈ എക്സാം അതിനെത്ര ഫീ എന്ന് 1000? പറയുന്നത് 500 അല്ലേ? ഇന്ന് ക്ലാസ് ഇല്ല, ഇന്ന് ക്ലാസ് 7,500 ഇല്ല എന്നാ പറഞ്ഞേ. വരും. ഹലോ, അറിയില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. മൊത്തം 1500 അല്ലേ? അല്ല, അല്ലാതെ വരുന്നത് എക്സാം ഫീ 500 പിന്നെ മറ്റേ സർട്ടിഫിക്കറ്റിന് എത്രയായിരുന്നു? 1,500. അല്ല, സർട്ടിഫിക്കറ്റിന് 1500 ആണോ? ഈ 6000 സർട്ടിഫിക്കറ്റ് 1000, എക്സാം ഫീസ് 500. എക്സാം ഫീ 500, ടോട്ടൽ 1500. ഓക്കെ. അല്ല, ഇനി അത് 3 4 മൊഡ്യൂൾ ഇനി എടുക്കാനില്ലേ? ഇതൊക്കെ ഇനി 3 മാസം കൊണ്ട് തീരുവോ? ഞാനിപ്പോ 3-4 അവർക്ക് മൊഡ്യൂൾ മെസ്സേജ് അത്യാവശ്യം അയച്ചു. ലോങ്ങാണ്, അത്യാവശ്യം ടഫാണ് 3-4 മൊഡ്യൂള്. അതിൽ പക്ഷെ ചാപ്റ്റർ ക്ലാസ്സിലെന്നെ കുറവാണെന്ന് തോന്നുന്നുണ്ടല്ലേ? 3 പക്ഷെ 4 ഉള്ള ചാപ്റ്റർ ഒത്തിരി ലോങ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ലോങ് ആണ്. ക്ലാസ് ഉണ്ടോന്ന് ചോദിച്ചാൽ മെസ്സേജ് അയച്ചിരുന്നു. അവര് പറഞ്ഞത് നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്, ടെക്നിക്കൽ ഇഷ്യൂ ആണ്. ഞാൻ പറഞ്ഞ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിന് എപ്പോഴും ഇഷ്യൂ ആണല്ലോ. ഞാൻ റീപ്ലൈ തന്നിട്ടില്ല. ആ സാറിന് തന്നെ മിക്കവാറും മൊത്തത്തിൽ അവർ ഇഷ്യൂ ഇങ്ങനെ എന്ന് പറയും. കഴിയും. ഈ സാർ എടുക്കുമ്പോ എന്നും ക്ലാസ് ഇങ്ങനെ തന്നെ. സാറിന്റെ ക്ലാസ് ആർക്കും ഇഷ്ടമല്ല, അതേപോലെ തന്നെ എല്ലാം സംഭവിക്കുന്നത്. അത് സാറിന്റെ മിസ്റ്റേക്ക് ആയിരിക്കില്ല കേട്ടോ, കാരണം അവരുടെ മിസ്റ്റേക്ക് ആയിരിക്കും. നിങ്ങൾക്ക് മഴയുണ്ടോ ഇവിടെ അവിടെ? കണ്ടകശ്ശേരി കൊണ്ടേ പോകുന്നു പറഞ്ഞ പോലെ എല്ലാം സാറ് ക്ലാസ്സിനടുത്ത വരുന്നത്. ഇനി എത്ര ടൈം നമ്മൾ ഇങ്ങനെ വെയിറ്റ് അല്ല, എന്നാ അവരോട് പറ, നന്നാക്കി കഴിയുമ്പോ ഗ്രൂപ്പിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കാൻ പറ. അപ്പൊ നമുക്കത് നോക്കി കേറിയാ പോരെ. അതെ അതെ, ഇത് നമ്മളെ നെറ്റ് അല്ലാണ്ട് നമ്മളിത് നോക്കി തീർന്നോണ്ടിരിക്കും. നിന്നിട്ട് എന്താ കാര്യം? ശരിയാ, നെറ്റും ഫോണിന്റെ ചാർജും ഒക്കെ ഇങ്ങനെ വെറുതെ ഇരുന്ന് കളയും. ക്ലാസിന്റെ ടൈം ആകുമ്പോഴത്തേനും ഒക്കെ തീരും. വീണ്ടും റീജോയിൻ ചെയ്തതാണ്. ഹലോ, കേൾക്കുന്നുണ്ട് സാർ. ഇവിടെ നെറ്റിന് ചെറിയ പ്രോബ്ലം സംഭവിച്ചു, നെറ്റ് കണക്ഷൻ പോയി. ഓക്കെ അല്ലേ? ഹലോ, ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ യെസ്, ഓക്കെ. യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞു നിർത്തിയതാണ്. ഒരു മിനിറ്റ്. യെസ്, സിമ്പിൾ പാസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞ അവസാനിപ്പിച്ചത്. സിമ്പിൾ പാസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ആ സിമ്പിൾ പാസ്റ്റിന്റെ പോസിറ്റീവ് പറഞ്ഞു, ക്വസ്റ്റ്യൻ പറഞ്ഞു. ഓക്കെ. സിമ്പിൾ പാസ്റ്റ്, ക്വസ്റ്റ്യൻ മോഡല്, അതിനോടൊപ്പം തന്നെ നെഗറ്റീവ് സെന്റൻസ് നമ്മൾ പറഞ്ഞു. യെസ്, ഓക്കെ. ഇനി ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു എക്സസൈസ് പറയുന്നു, നിങ്ങൾ അത് ചെയ്യാം. അത് എഴുതിയെടുക്കാം, ഒന്ന് എഴുതിയെടുക്കാം. Change, CHANGE, change the following FOLLOWING, following simple past, SIMPLE, simple past, PAST, simple past, positive, 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 sentences, 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 into INTO, into
into negative. ഞാൻ ഒന്നുകൂടി പറയാം. Change the following simple past positive sentences into negative. Change the following simple past positive sentences into negative. Okay. ഇത് ഒന്നാമത്തെ number 1. Yesterday, 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 I went to WENT. I went to Guruvayur. Yesterday, I went to Guruvayur. Okay. നിങ്ങൾക്ക് ഇതിന്റെ നെഗറ്റീവ് സെന്റൻസ് എഴുതാൻ പറ്റും. ഇതൊരു സിമ്പിൾ പാസ്റ്റ് സെന്റൻസ് ആണ്. ഞാൻ മനസ്സിലായി. സബ്ജക്റ്റ് ഐ ആണ്. ഗോ എന്ന് പറയുന്നതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വെന്റ്. അപ്പൊ സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസുമാണ്. അപ്പൊ അതിന്റെ പേരില് സിമ്പിൾ പാസ്റ്റ് ആണ്. ഇനി നെഗറ്റീവ്. യെസ്, വിദ്യ എഴുതിയിട്ടുണ്ട്. റംസി എഴുതിയിട്ടുണ്ട്. യെസ്, അശ്വതി എഴുതി, സ്വപ്ന എഴുതി, ബിന്ദു എഴുതി, യെസ്, ഷാനി, മുത്തു, യെസ്, സഞ്ജു. ഓക്കെ. റെഡിയാണ്. യെസ്. രണ്ടാമത് സെക്കൻഡ് വൺ. I completed 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 all the work all the work by Monday MONDAY. I completed all the work by Monday. Okay, change into negative. Nasina, Vidya, Aishwarya, Jayasri, Ramsiya, Shabina, Swapna, and Mary, Rishya. Okay. Completing the spelling on the correct here, Soumya. Okay. Okay. Safna. Okay. നീരവിനെ കംപ്ലീറ്റ് തന്നെ എഴുതിയേക്കുന്നത്. ഡിഡ് നോട്ട് കഴിഞ്ഞാൽ പെർസെന്റേജ് ഉപയോഗിക്കും. ഓക്കെ, അടുത്ത സെൻസ് ഉണ്ട്. മൂന്നാമത് I met him this morning. I met him this morning. I met him this morning. Okay.
ആദ്യം ഞാൻ എടുത്തിട്ടുണ്ട് മെറ്റ്, അത് പാസ്റ്റ് ടെൻസ് ആണ്, അതിന്റെ പ്രസന്റ് ടെൻസ് അല്ല. ഓക്കെ, ഞാൻ മിസ്റ്റേക്ക് ഉള്ളവരെ പറയുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. Okay, I didn't meet him. Okay, I didn't meet him this morning. Met എന്നുള്ള past tense ആണ്, അതിന്റെ present tense ആണ് meet. Okay. പറഞ്ഞുകൂടി കേട്ടോ. രശ്മി, RESHMI, രശ്മി wrote, WROTE, wrote 3 THREE, 3 novels, NOVELS. Rashmi wrote 3 novels. Okay. എഴുതിയത് എല്ലാവരുടെയും കറക്റ്റ് ആണ്. ഓക്കെ. അപ്പൊ റോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം അത് പാസ്റ്റ് ടെൻസ് ആണ്, അതിന്റെ പ്രസന്റ് ടെൻസ് ഇതായിട്ട് വരും, റൈറ്റ് ആണ്. അപ്പൊ എന്ത് വരും? ഇതിന്റെ ആൻസർ രശ്മി ഡിഡ് നോട്ട് റൈറ്റ് നോവൽസ്. രശ്മി ഡിഡ് നോട്ട് റൈറ്റ് നോവൽസ്. ഇനി ഇവിടെ നമുക്ക് വേറൊരു കാര്യം കൂടി നമ്മൾ നോക്കാൻ പോണത് ഇതിന്റെ പാസീവ് വോയിസ് ഫോം ആണ്. ഇതിന്റെ പാസീവ് വോയിസ്. അപ്പൊ നിങ്ങള് ഒരു ഹെഡിങ് എഴുതുക. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലായുള്ള കാര്യം മനസ്സിലാക്കി മാറ്റാണ് ഞാൻ അടുത്തതിലോട്ട് വരുന്നത്. പാസീവ് വോയിസ് ഹെഡിങ് എന്ന് പാസീവ്, PASSIVE, പാസീവ് വോയിസ്, VOICE, വോയിസ് ഓഫ് simple past. Passive voice of simple past. Okay. Passive voice form of simple past. റെഡിയാണ്. അപ്പൊ ഞാനിപ്പോ ഒരു വാചകം കൂടെ പറയുകയാണ്. ഓക്കെ, അത് അറിയാൻ പാടില്ലാത്തവര് ഉള്ളവർക്ക് കൂടി വേണ്ടിയിട്ട് പറയണം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് രാമ killed a snake. ഞാനൊരു വാചകം പറയാണ്, രാമ killed a snake. അപ്പൊ എന്റെ പാസീവ് വോയിസ് എന്ത് വരും? Yes. Okay. സംശയിച്ചിട്ട് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ. അപ്പൊ ഇത് അറിയാൻ പാടുള്ളവരുണ്ടാവും, അറിയാൻ പാടില്ലാത്തവരെ സംബന്ധിച്ച് നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അതൊന്ന് അതിന് താഴെ പാസീവ് വോയിസ് ഓഫ് സിമ്പിൾ പാസ്റ്റ് എഴുതിയേക്കുന്നതിന്റെ ഇടയിൽ എഴുതുക. രാമ കിൽഡ് എ സ്നേക്ക് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ തന്നിരിക്കുന്ന വാചകത്തില് ഓബ്ജക്റ്റ് ഏതാണെന്ന് ആദ്യം നോക്കി കണ്ടുപിടിക്കുക. ഓബ്ജക്റ്റ് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഹും ഓർ വാട്ട്. ഈ ചോദ്യം ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ഉത്തരത്തിനെയാണ് നമ്മൾ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഹും ഓർ വാട്ട്. We are asking 2 questions, whom or what.
അപ്പൊ കിൽഡ് എന്നുള്ളത് നമ്മൾ ചോദിക്കുന്നു എന്തിനെ കൊന്നു, whom or what, ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ, അതിനെയാണ് നമ്മൾ ഓബ്ജക്റ്റ് എന്ന് പറയും. ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസറിനെയാണ് നമ്മൾ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത്. ആരെ അല്ലെങ്കിൽ എന്ത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, രാമ കിൽഡ് എ സ്നേക്ക് എന്ന് പറഞ്ഞത്, രാമ പാമ്പിനെ കൊന്നു, രാമൻ പാമ്പിനെ കൊന്നു, രാമൻ പാമ്പിനെ കൊന്നു. നിങ്ങൾ ചോദിക്കുന്നു എന്തിനെ കൊന്നു, അപ്പൊ ഉത്തരം കിട്ടി, പാമ്പിനെ കൊന്നു. കണ്ടോ? അപ്പൊ പാമ്പ് എന്നുള്ളതാണ് ഇതിനകത്ത് എന്ത്, ഓബ്ജക്റ്റ്. ഓബ്ജക്റ്റ്. ഓക്കെ. അപ്പോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ തന്നിരിക്കുന്ന വാചകം ഏത് ടെൻസ് ആണെന്ന് നോക്കാം. നോക്കിയേ, രാമ കിൽഡ് എ സ്നേക്ക് എന്ന് പറയുമ്പോൾ ഏതാ ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ആണ്. എങ്ങനെ മനസ്സിലായത്, രാമ പ്രസന്റ് സബ്ജക്റ്റ് ആണ്, കിൽ എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് കിൽഡ്. ഇപ്പൊ സബ്ജക്റ്റും വരുമ്പോൾ പാസ്റ്റ് ടെൻസും വന്നു കഴിഞ്ഞപ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് ആയിട്ടുള്ള ഒരു വാചകത്തിന്റെയാണ് നമ്മൾ പാസീവ് വോയിസ് എഴുതാൻ പോകുന്നത്. ഇപ്പൊ പാസീവ് വോയിസ് എഴുതുമ്പോൾ ആദ്യം ചേർക്കേണ്ടത് ഒബ്ജക്റ്റ് കണ്ടുപിടിക്കണം. അപ്പൊ നിങ്ങൾ പാസീവ് വോയിസും സിമ്പിൾ പാസ്റ്റ് എഴുതിയേക്കുന്ന അടിയിൽ എഴുതുക ഒബ്ജക്റ്റ്, OBJECT, ഒബ്ജക്റ്റ്, OBJECT, ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ്. അത് കഴിഞ്ഞിട്ട് പ്ലസ്, ഒബ്ജക്റ്റ് പ്ലസ്, ഒരു പ്ലസ് ഇടുക. വാസ് ഓർ were, WAS, വാസ്, ഒരു സ്ലാറ്റ് വരയ്ക്കുക, were, was or were, 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 was or were, പ്ലസ് വി, വെർബ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം വി. ആ വി എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ PP, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് PP എന്ന് എഴുതുക. PP, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ള ഷോർട്ട് ഫോം ആണ് PP. ഓക്കെ. ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമുക്ക് വെർബിന്റെ മൂന്നാമത്തെ ഫോം എന്ന് പറയാം. ഓക്കെ. അപ്പൊ നോക്കി, സിമ്പിൾ പാസ്റ്റ് ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാചകമെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് എഴുതുമ്പോൾ ആദ്യം ഓബ്ജക്റ്റ് എഴുതണം, അത് കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ വാസ് അല്ലെങ്കിൽ വേറെ എഴുതണം, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് എഴുതണം, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കണം. ഇതാണ് നിയമം. ഒബ്ജക്റ്റ് ആദ്യം, വാസ് അല്ലെങ്കിൽ വേറെ, പിന്നെ വെർബ്, വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇനി നമുക്ക് തന്നിരിക്കുന്ന വാചകത്തിലേക്ക് വരാം. രാമ കിൽഡ് എ സ്നേക്ക്. അപ്പൊ എന്തിനെ കൊന്നു, പാമ്പിനെ കൊന്നു. പാമ്പല്ല ഒബ്ജക്റ്റ്, അത് ആദ്യം എഴുതുക. സ്നേക്ക്, രാമ കിൽഡ് എ സ്നേക്ക്. അപ്പൊ എ സ്നേക്ക് എന്നുള്ളത് ആദ്യം എഴുതി, എ സ്നേക്ക്. അപ്പൊ ഒബ്ജക്റ്റ് കിട്ടി. ഇനി അത് കഴിഞ്ഞതിന് ശേഷം വാസ് അല്ലെങ്കിൽ വേറെ, എന്താ വേണ്ടത്, വാസ് വേണോ വേറെ വേണോ, ഒരു പാമ്പല്ലേ ഉള്ളൂ, അപ്പൊ വാസ്. അപ്പൊ എ സ്നേക്ക് വാസ്. ഇനി തന്നിരിക്കുന്ന വാചകം കിൽ എന്നാണ്, അത് പാസ്റ്റ് ടെൻസ് ആണ്, അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും കിൽഡ് തന്നെയാണ്. നമ്മളിവിടെ എഴുതുന്നത് കിൽഡ് എന്ന് എഴുതുന്നത് പാസ്റ്റ് ടെൻസ് അല്ല, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ടുള്ള കിൽഡ് ആണ്. അപ്പൊ കിൽഡ്, KILLD, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, പാസ്റ്റ് ടെൻസിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും അത് തന്നെയാണ്. അപ്പൊ സ്നേക്ക് വാസ് കിൽഡ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ രാമ എന്നുകൂടെ എഴുതാം. ആ ബൈ തുടങ്ങി എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. സ്നേക്ക് വാസ്, അനു വാസ് കില്ലല്ല, കില്ല് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ കിൽഡ്. ഇത് അറിയാൻ പാടുള്ളവരുണ്ടാകും കുറച്ച് പേര്, അറിയാൻ പാടില്ലാത്തവര് ഒരു വർഷം പേരുണ്ടാകും. യെസ്. അപ്പൊ അവർക്ക് കൂടി മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോ സിമ്പിൾ പാസ്റ്റ് ആണ് വാചകമെങ്കിൽ ആ സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസ് നമ്മൾ ആക്കുമ്പോൾ ആദ്യം ഓബ്ജക്റ്റ് എഴുതി, അത് കഴിഞ്ഞതിന് ശേഷം വാസ് അല്ലെങ്കിൽ വേറെ എഴുതി, അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതും. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അടുത്തത് നിങ്ങൾ എഴുതുക. ഓക്കെ. ഹി drank, 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 he drank a cup of tea.
ഈ ഡ്രാങ്ക് എ കപ്പ് ഓഫ് ടീ. അപ്പൊ ആദ്യം തന്നെ തന്നിരിക്കുന്ന വാചകത്തിൽ നിന്ന് ഒബ്ജക്റ്റ് കണ്ടുപിടിക്കുക. അത് ആദ്യം എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം വാസ് അല്ലെങ്കിൽ വേറെ ഉപയോഗിക്കുക. പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എഴുതുക. ഓക്കെ, ഒന്ന് എഴുതി തുടങ്ങി. അപ്പൊ ആദ്യം ഇതിന്റെ ഓബ്ജക്റ്റ് നോക്കണം നമ്മൾ. ഹി ഡ്രാങ്ക്, അവൻ കുടിച്ചു. നമ്മൾ ചോദിക്കുക, ആസ്ക് എ ക്വസ്റ്റ്യൻ, എന്ത് കുടിച്ചു? ഒരു കപ്പ് ചായ. അപ്പൊ എ കപ്പ് ഓഫ് ടീ, അതാണ് ഓബ്ജക്റ്റ്. അതിന് ബാക്കി എഴുതിക്കോ. എ കപ്പ് ഓഫ് ടീ കിട്ടി. ആ, പിന്നെ ബാക്കി കൂടി എഴുതി ചോദിച്ച പേര്. ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. യെസ്, അനുഷ. ഷഫിയ, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. യെസ്, ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇവിടെ നോക്കാം, കുറച്ച് പേര് റെഡി ആയിട്ടുണ്ട്, കുറച്ച് പേര് റെഡി ആയിട്ടില്ല. അപ്പൊ തെറ്റിയെങ്കിലവരോടാണ് ഞാൻ പറയുന്നത്. നോക്കാം, ഇതിനകത്ത് ഓബ്ജക്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു. എ കപ്പ് ഓഫ് ടീ, അത് കിട്ടി. എ കപ്പ് ഓഫ് ടീ, എന്ത് കുടിച്ചു? എ കപ്പ് ഓഫ് ടീ. അപ്പൊ ഒബ്ജക്റ്റ് കിട്ടി. പിന്നെ വേണ്ടത് എന്താണ്? വാസ് അല്ലെങ്കിൽ വേറെ. ഒരു കപ്പ് ചായ തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ആണ് ഉപയോഗിക്കാം? വാസ്, സിംഗുലർ ആണ്, വാസ് ഉപയോഗിച്ചു. ഇനി ഡ്രാങ്ക് പാസ്റ്റ് ടെൻസ് ആണ്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഡ്രിങ്ക് പ്രസന്റ് ടെൻസ്, ഡ്രാങ്ക് പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ DRUNK എന്നാണ്. DRUNK. അവിടെ കുറച്ച് പേര് എഴുതി കാണിക്കുന്നുണ്ട് DRUNK. അപ്പൊ എ കപ്പ് ഓഫ് ടീ വാസ് ഡ്രങ്ക്. എ കപ്പ് ഓഫ് ടീ വാസ് ഡ്രങ്ക്. ഓക്കെ, അപ്പൊ കുറച്ച് പേര് തെറ്റിച്ചത് കൊണ്ട് അടുത്ത ഒരെണ്ണോടി പറയാം. I met him yesterday. I met him yesterday. I met him yesterday. Yes, എഴുതുക. യെസ്, കുറച്ച് പേരോട് എഴുതിയിട്ടുണ്ട്. അൻവരിയെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്.
അനുവിനുള്ള മിസ്റ്റേക്ക്. ഷഫീന ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ 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 ഈ ഞാൻ പറയട്ടെ, നോക്കി കുറച്ച് പേര് ശരിയാണ്, കുറച്ച് പേരുടെ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ തെറ്റ് പറ്റിയത് നോക്കാം. നോക്കി സെന്റൻസ് ഞാൻ വായിക്കാം. ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ അവനെ കണ്ടു. ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ. ഓക്കെ, ഇതാണ് സെന്റൻസ്. ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ. അപ്പൊ ഇവിടുത്തെ വെർബ് കണ്ടു എന്നുള്ളതാണ്. അതിനോട് നമ്മൾ ചോദിക്കല്ലോ എന്ത് കണ്ടു? ആൻസർ ഇല്ല. ആരെ കണ്ടു? ആൻസർ ഉണ്ട്, അവനെ. അപ്പൊ ഹിം എന്നുള്ളതാണ് ഓബ്ജക്റ്റ്. ഹിം എന്നുള്ളതാണ് ഓബ്ജക്റ്റ്. പാസീവ് വോയിസിൽ നിങ്ങളൊരു സൈഡിൽ ഒരു ആരോ മാർക്കിട്ട് എഴുതി വെക്കുക. ഹിം എന്ന് വന്നാൽ ഒരു ആരോ മാർക്കിട്ട് ഹി എന്ന് മാറ്റണം. ഹിം ആണെങ്കിൽ ഒരു ആരോ മാർക്കിട്ട് ഹി എന്നാക്കാം. അതിനോടൊപ്പം തന്നെ സൈഡില് ഹിം HIM ഹിം ഒരു ആരോ മാർക്ക് ഇടാം. ആരോ മാർക്ക് ഇട്ടിട്ട് ഹി എന്നെഴുതുക. ഹി. അടുത്തത് HER എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ നേരെ ഷീ എന്ന് കൊടുക്കുക. ഹെർ എന്ന് എഴുതിയിട്ട് ഷീ എന്ന് കൊടുക്കുക. ആദ്യം നമ്മൾ പറഞ്ഞു ഹിം എന്ന് എഴുതിയിട്ട് ഹി എന്ന് കൊടുക്കുക. അടുത്തത് ദം എന്ന് എഴുതുക. THEM ദം എഴുതിയിട്ട് ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് ദേ എന്ന് എഴുതുക. THEY ദേ. അതിന്റെ അടിയില് വി WE വി എന്ന് എഴുതിയിട്ട് നേരെ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് അസ് എന്ന് മാറ്റുക. US അസ്. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ അടിയിൽ മീ എന്ന് എഴുതിയിട്ട് ഐ എന്ന് മാറ്റുക. മീ എന്ന് എഴുതിയിട്ട് ഐ എന്ന് മാറ്റുക. ഓക്കെ ഓക്കെ ഷെഫീൻ ഒന്നുകൂടി പറയാം. ഓക്കെ 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 പറഞ്ഞത് മുഴുവൻ പറയാം. ഹിം കേൾക്കുന്നില്ല? ഒരു പറയാം. ഹിം HIM ഹിം ഒരു ഹൈഫൺ ഇട്ടിട്ട് ഹി. ഒന്ന് ഓൾമോസ്റ്റ് ചെയ്യുമോ? ഓൾമോസ്റ്റ് ചെയ്യാവോ? എല്ലാരും മ്യൂട്ട് ചെയ്ത്. അതാണ് നോക്കാൻ പറയുന്നത്. സാറ് ഓൾ മ്യൂട്ട് ചെയ്തോ? സാർ ഓൾ മ്യൂട്ട് ചെയ്ത് വെക്കുക. ഞാൻ ഈ പറഞ്ഞത് തന്നെ ഒന്നുകൂടി പറയാം. ഹിം HIM ഹിം ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് ഹി. HER ഹെർ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് ഷീ. SHE ഷീ. അടുത്തത് THEM them ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് THEY they. അടുത്തത് WE we ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് ഓക്കെ 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 WE we ആരോ മാർക്ക് ഇട്ടിട്ട് us US us.
അതിനോടൊപ്പം തന്നെ അടുത്തത് ME, മീ. ആരോ മാർക്ക് ഇട്ടിട്ട് ഐ. ആരോ മാർക്ക് ഇട്ടിട്ട് ഐ. അപ്പൊ ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ എഴുതുന്ന വാചകത്തില് ഓബ്ജക്റ്റ് ആയിട്ട് ഹിം എന്ന് വന്ന ഹി എന്ന് മാറ്റിക്കൊള്ളണം. ഹർ എന്നാണെങ്കിൽ ഷീ എന്ന് മാറ്റണം. ദം എന്നാണെങ്കിൽ ദം ദേ എന്ന് മാറ്റണം. വി എന്നാണെങ്കിൽ അസ് എന്ന് മാറ്റണം. മീ എന്നാണെങ്കിൽ ഐ എന്ന് മാറ്റണം. ഇത് പാസീവ് വോയിസ് എപ്പോഴും എഴുതുമ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങൾ. ഹിം ഹിയാക്കുക, ഹർ ഷിയാക്കുക, ദം ദയാക്കുക, വി അസാക്കുക, മീ ഐയാക്കുക. ഓക്കെ, പിടികിട്ടിയല്ലോ? മനസ്സിലായില്ല അത്? ഓക്കെ 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 ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത വേറൊരു വാചകം ഞാൻ പറയാം, അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. I saw SAW. So them yesterday. I saw SAW. So them yesterday. I saw them yesterday. Okay. I saw them yesterday. Okay, okay, okay. വിദ്യ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, ജബീർ. ഓക്കെ, ഓക്കെ. ശ്രുതി, ഗായത്രി. ബൈ തുടങ്ങിയുള്ളത് ഏറ്റവും ഒടുവിൽ എഴുതിയാൽ മതി. ബൈ എന്ന് പറയുമ്പോൾ ഏജന്റ് ആണ്. ബൈ മുതലുള്ളത് ഏറ്റവും ഒടുവിൽ. നാപ്സ് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ആ ബൈ എഴുതിയപ്പോൾ അവിടെ നിന്ന് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇനി ആരാണ്? അത് തന്നെ ബൈ. യെസ്. ഓക്കെ ഓക്കെ. അപ്പൊ തെറ്റിയിരിക്കുന്നവർക്ക് ഇപ്പൊ ആഗ്രഹത്തിന്റെ 85 പേരുണ്ടെങ്കിലും എഴുതിയത് കുറച്ച് പേരുണ്ട്. അപ്പൊ ബാക്കിയുള്ളവരെ ഒരു പക്ഷേ തെറ്റിയതുകൊണ്ട് എഴുതാണ്ടിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് തെറ്റുമെന്ന് വിചാരിച്ചിട്ട് എഴുതാണ്ടിരിക്കുന്നതായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ലീല. അപ്പൊ ഞാനതൊന്നും കൂടി പറയട്ടെ. നോക്കിയേ, ഐ സോ ദം യെസ്റ്റർഡേ. ഐ സബ്ജക്റ്റ് ആണ്. സോ പാസ്റ്റ് ടെൻസ് ഓഫ് പറഞ്ഞാണ്. ദം യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ അവരെ കണ്ടു. അപ്പൊ കണ്ടു എന്നുള്ള വെർബിനോട് നമ്മൾ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. എന്ത് കണ്ടു? നോ ആൻസർ. ആരെ കണ്ടു? അവരെ കണ്ടു. അവരെ, ദം സബ്ജക്റ്റ് കിട്ടി, അല്ല ഓബ്ജക്റ്റ് കിട്ടി. ഓബ്ജക്റ്റ് ദം. അപ്പൊ കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞു ദം എന്നാണെങ്കിൽ അത് ആദ്യം എഴുതുമ്പോൾ ദേ എന്ന് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പൊ ദേ എന്ന് ആദ്യം എഴുതി. ഓബ്ജക്റ്റ് നമ്മൾ ദേ എന്ന് എഴുതി. ദേയുടെ കൂടെ വാസു വരൂ, വേറെ വരൂ, വേറെ വരും. അപ്പൊ അത്രയും ശരിയായി. ഇനി അടുത്തത് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാസ്റ്റ് ടെൻസ് ആണ്. സി, സോ, സി എന്നാണ്. അപ്പൊ സോ പാസ്റ്റ് ടെൻസ് ആണ്.
അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? സീൻ. ദേ were seen yesterday. They were seen yesterday. അത് കഴിഞ്ഞതിന് ശേഷം ബൈ മീ. അത് ആവശ്യമുണ്ടെങ്കിൽ എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ എഴുതണ്ട. They were seen yesterday by me. അപ്പൊ ഇതിനകത്ത് കുറച്ചു പേരെ മാത്രമേ ശരിയാക്കുന്നുള്ളൂ, ബാക്കിയുള്ളവര് തെറ്റിക്കുകയാണ്. അപ്പൊ ഇവിടെ ഒന്നുകൂടി പറയാം. ഇത് എഴുതി. She took the book. She took T-O-O-K, took the book. She took the book. Okay. Vidya, Adira, Jabir, okay. Okay. Yes. Mubina, Muttu, Mukku, Suresh, Mukkoസ്റ്റേക്ക്. ഓക്കെ. ഇപ്പൊ ഇത് എഴുതിയാക്കുന്ന മിക്കവാറും ശരിയാക്കിയിട്ടുണ്ട്. ഓക്കെ. ഷിക. ഓക്കെ. ഓക്കെ. അപ്പൊ ഇത് മിക്കവാറും ശരിയാക്കിയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി പറയുന്നത് നമുക്ക് നോക്കുന്നത്. ഓക്കെ. നോക്കിയേ. ഷീ ടുക്ക് ദ ബുക്ക്. അവിടെ എന്തെടുത്തു? ബുക്ക് എടുത്തു. അപ്പൊ ഇതിന്റെ അകത്ത് ആദ്യം ഒബ്ജക്റ്റ് കണ്ടുപിടിക്കുക. എടുത്തു എന്നുള്ളത് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ എന്തെടുത്തു? അപ്പൊ നമുക്ക് ആൻസർ കിട്ടി, ദ ബുക്ക്. ഒബ്ജക്റ്റ് കിട്ടി, ദ ബുക്ക് എഴുതി. അത് കഴിഞ്ഞതിന് ശേഷം ഇനി വേണ്ടത് വാസ് അല്ലെങ്കിൽ വേറെ. അപ്പൊ നോക്കി, ബുക്ക് ഒരു ബുക്കല്ലേ ഉള്ളൂ. അപ്പൊ വാസ് വരും, വേറെ വരും, വാസ് വരും. ദ ബുക്ക് വാസ്. ഇനി ടുക്ക് പാസ്റ്റ് ടെൻസ് ആണ്. അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? ടേക്ക്, ടുക്ക്, ടേക്കൺ. അപ്പൊ ടേക്കൺ. ദ ബുക്ക് വാസ് ടേക്കൺ. അത്രയും മതി. ഇനി അറിയാവുന്നവർക്ക് വേണമെങ്കിൽ ബൈ ഹെയർ കൂടെ എഴുതാം. അത് എഴുതിയിട്ടെങ്കിലും കുഴപ്പമില്ല. ദ ബുക്ക് വാസ് ടേക്കൺ. ഇതാണ് അതിന്റെ പാസീവ് വോയിസ്. ഓക്കെ. ഇതിപ്പോ കുറച്ച് എഴുതിയേക്കുന്ന മിക്കവരും ശരിയാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഈ സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസ് എഴുതുന്നതിൽ എന്തെങ്കിലും സംശയമുള്ളവരോട് ചോദിക്കാം. സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസ് ഇപ്പൊ പറഞ്ഞതില് സംശയമുണ്ടെങ്കിൽ ചോദിക്കും. ആർക്കൂല? ഓക്കെ. സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസ് സംശയം ആർക്കൂല? ഓക്കെ. ശരി. അപ്പൊ ഇപ്പൊ നമ്മള് രണ്ട് ടെൻസ് നോക്കിയതാണ്. സിമ്പിൾ പ്ലസിന്റെ സിമ്പിൾ പാസ്റ്റ് നോക്കിയിട്ടുണ്ട്. ആ സിമ്പിൾ പാസ്റ്റിലുള്ളതിന് പാസീവ് വോയിസ് നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.
ഉം.